ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഷോർ. എല്ലാ കൂട്ടുകാർക്കും ലൈഫ് ഷോറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയുടെ എക്സാം കിറ്റാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട പോയിന്റ്സുകൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിനേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമായില്ലെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലോട്ട് കടക്കുന്നതിനൊക്കെ മുൻപായിട്ട് ഒരു കാര്യം പറയാം. അഥവാ ഈ ഒരു പാഠഭാഗത്തിന്റെ മാച്ച് ബോക്സ് എന്ന പാഠഭാഗത്തിന്റെ സ്പെഷ്യൽ നോട്ട് എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളും അതേപോലെ തന്നെ അതിന്റെ ആൻസേഴ്സുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കൂടി കാണുകയാണെങ്കിൽ എക്സാമിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയാണ്. മാച്ച് ബോക്സ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? തീപ്പെട്ടി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത് നൊമിത, അജിത്ത് ഈ രണ്ടുപേരുടെ കഥയാണ് മാച്ച് ബോക്സ് എന്ന ഈ ഒരു സ്റ്റോറിയിൽ പറയുന്നത്. അപ്പോൾ അവരുടെ വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന വഴക്ക് കാര്യങ്ങള്, പ്രശ്നങ്ങള് കാര്യങ്ങള് ഒക്കെയാണ് ഈ ഒരു കഥയിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് പോയിന്റ്സ് ടു റിമെമ്പർ, അഥവാ നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിന്റ്സുകൾ, പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് സ്റ്റോറി ഓഫ് മാരീഡ് കപ്പിൾ അജിത് ആൻഡ് നൊമിത. അപ്പോൾ ഈ ഒരു സ്റ്റോറി എന്നുള്ളത് വിവാഹം ചെയ്തിരിക്കുന്ന ഇണകളായ അജിത്ത്, നൊമിത ഈ രണ്ട് ഇണകളുടെ കഥയാണ് ഇതിൽ പറയുന്നത്. അടുത്തതായിട്ട് പോർട്രേറ്റ്സ് മാൻ വുമൺ റിലേഷൻഷിപ്പ് ഇൻ മോസ്റ്റ് ഫാമിലീസ്. കൂടുതൽ കുടുംബത്തിലെയും ആൺ പുരുഷ ബന്ധങ്ങളെ കുറിച്ചും എന്താക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോറിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇവൻ കമ്പയർഡ് ടു മാച്ച് ബോക്സസ്, സ്ത്രീകളെ ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് തീപ്പെട്ടിയോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ദോ സീം മേക്ക്, അഥവാ തീപ്പെട്ടി എന്നുള്ളത് ശാന്തനാണെങ്കിലും അദ്ദേഹത്തിന് പവർഫുള്ളും ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ മീക്ക് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ശാന്തൻ എന്നാണ് ഇതിന്റെ അർത്ഥം. അടുത്തതായിട്ട് നൊമിതസ് ക്യാരക്ടർ ഈസ് ദാറ്റ് ഓഫ് ടൈപ്പിക്കൽ ഇന്ത്യൻ വുമൺ. ഒരു മാതൃകാപരമായിട്ടുള്ള ഇന്ത്യൻ സ്ത്രീയുടെ ക്യാരക്ടറാണ് നൊമിതയുടെ ക്യാരക്ടർ. മേക്ക്, ഒബീഡിയന്റ്, ലവിംഗ്, സപ്രസീവ്, പ്രൊട്ടക്റ്റീവ്, ഇറ്റിസി. അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് നൊമിതയുടെ ക്യാരക്ടറിന് ഉള്ളത്. ഒന്ന് മേക്കാണ്. മേക്ക് എന്ന് ശാന്തൻ, അതേപോലെ തന്നെ ക്ഷമാശീലം ഉള്ളവൾ എന്നാണ് അർത്ഥം. ഒബീഡിയന്റ് അനുസരണ ഉള്ളവളാണ്. ലവിംഗ് നല്ല സ്നേഹമുള്ളവളാണ്. സപ്രസീവ് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങൾക്കും എന്താണ് കീഴടങ്ങി കൊടുക്കുന്നവളുമാണ്. പ്രൊട്ടക്റ്റീവ് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുന്ന പെണ്ണുമാണ് നൊമിത. അപ്പോൾ ഇത്രയും ഗുണങ്ങളാണ് നൊമിതയുടെ ക്യാരക്ടറിനൊക്കെ ഉള്ളത്. ഇനി അടുത്തതായിട്ട് അജിത് ക്യാരക്ടർ ഈസ് ദാറ്റ് ഓഫ് മെയിൽ ചുവനിസ്റ്റ്. പുരുഷന്മാരുടെ സങ്കുചിതമായിരിക്കുന്ന ഒരു മനോഭാവത്തെയാണ് അജിത്തിന്റെ ക്യാരക്ടറിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട, ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ക്വസ്റ്റ്യൻസുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. അതിന്റെ ആൻസേഴ്സ് കാര്യങ്ങൾ ഒക്കെ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ ഏതൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് വരാൻ സാധ്യതയുള്ളത്, നമ്മൾ പഠിച്ചു വെക്കേണ്ട ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത് ക്യാരക്ടർ ഓഫ് അജിത്ത്, അജിത്തിന്റെ ക്യാരക്ടറാണ്. അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് കാര്യങ്ങളോ ഒക്കെ നമ്മൾ നോക്കി വെക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് ക്യാരക്ടർ ഓഫ് നൊമിതയാണ്. നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ നോക്കി വെക്കേണ്ടത്. മൂന്നാമതായിട്ട് ക്യാരക്ടർ ഓഫ് നൊമിതാസ് മദർ, അഥവാ നൊമിതയുടെ അമ്മയുടെ ക്യാരക്ടർ സ്കെച്ചാണ് നോക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും ക്യാരക്ടർ സ്കെച്ചാണ് പ്രധാനമായിട്ടും ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഒന്നാമതായിട്ട് അജിത്തിൻ്റെതാണ്, രണ്ടാമതായിട്ട് നൊമിതയുടേതാണ്, മൂന്നാമതായിട്ട് നൊമിതയുടെ അമ്മയുടേതാണ്. അപ്പോൾ ഈ മൂന്ന് ക്യാരക്ടർ സ്കെച്ചുകൾ നമ്മൾ പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടതാണ്. ഇനി അടുത്ത മറ്റൊരു ചോദ്യമാണ് നൊമിത നാരേറ്റിംഗ് ഹെർ പൊസിഷൻ ഓർ കണ്ടീഷൻ ഇൻ ദി ഫാമിലി. അഥവാ നൊമിതയുടെ സ്ഥാനവും അതേപോലെ തന്നെ കുടുംബത്തിലെ നൊമിതയുടെ അവസ്ഥയും നൊമിത എങ്ങനെയാണ് വിവരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നൊമിതക്ക് ആ ഒരു കുടുംബത്തിലുണ്ടായിരിക്കുന്ന സ്ഥാനം എന്താണ്, അതേപോലെ തന്നെ ആ ഒരു ഫാമിലിയിൽ നൊമിതയുടെ അവസ്ഥ എന്തായിരുന്നു എന്നീ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെയും എന്താണ് നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ആ ഒരു ആൻസർ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്ത മറ്റൊരു ചോദ്യമാണ് ജസ്റ്റിഫിക്കേഷൻ ഓഫ് അജിത്സ് ക്യാരക്ടർ ഫ്രം മെയിൽ ചുവനിസ്റ്റ് വ്യൂ. പുരുഷന്മാരുടെ സങ്കുചിതമായിരിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടിനെ അജിത്തിന്റെ ക്യാരക്ടറിലൂടെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് ന്യായീകരിച്ചുകൊണ്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട് ജെൻഡർ ഈക്വാലിറ്റി ഇൻ ഫാമിലി, കുടുംബത്തിലെ ലിംഗസമത്വത്തെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കുടുംബത്തിലുള്ള ലിംഗസമത്വങ്ങൾ അതേപോലെ തന്നെ അസമത്വങ്ങൾ കാര്യങ്ങൾ ഒക്കെയാണ് ഇവിടെ വിവരിക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു പാഠഭാഗത്തെ ബേസ് ചെയ്തുകൊണ്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ ഇതിന്റെ ക്വസ്റ്റ്യൻസുകൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ആൻസേഴ്സ് കാര്യങ്ങളോ ഒക്കെ നമ്മൾ
അടുത്ത മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ ഓൾ.